ബംഗ്ലാദേശ് ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും അസംബന്ധ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല. ഇന്ത്യയുമായി നല്ല ബന്ധം ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ബംഗ്ലാദേശ് സ്വയം തീരുമാനിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കർശനമായ മുന്നറിയിപ്പ് നൽകി. ഇത് ബംഗ്ലാദേശിനെതിരെ തിരിച്ചടിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന വിവരത്തിന് കാരണമാകുകയാണ്. രാജ്യത്ത് പൊട്ടിപ്പുറപ്പെട്ട പ്രതിഷേധങ്ങളെ തുടർന്ന് 2024 ഓഗസ്റ്റിൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന തന്റെ സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിൽ അഭയം തേടി. അതിന് പിന്നാലെയാണ് ബംഗ്ലാദേശിൽ ഒരു ഇടക്കാല സർക്കാർ സ്ഥാപിക്കപ്പെടുന്നത്. നിലവിൽ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവായി മുഹമ്മദ് യൂനിസ് സേവനമനുഷ്ഠിക്കുന്നു. അദ്ദേഹം അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വഷളായി. അദ്ദേഹം ഇന്ത്യയെ നശിപ്പിക്കുമെന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തി. ഇപ്പോഴും അത് തുടരുന്നു. അതിർത്തിയിൽ ചാര ഡ്രോണുകൾ പറത്തുകയും നിരീക്ഷിക്കുകയും ചെയ്തു. അതിനു പുറമെ പശ്ചിമ ബംഗാളും ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളും പിടിച്ചെടുക്കാൻ മുഹമ്മദ് യൂനിസ് തന്റെ അനുയായികളെ ഉപയോഗിക്കാനും പദ്ധതിയിട്ടിരുന്നു. ഇതിന്റെ ഫലമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധം വഷളായി. അതേസമയം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം പല മടങ്ങ് മെച്ചപ്പെട്ടു. ബംഗ്ലാദേശിന്റെ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. 54 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIലെ ഉദ്യോഗസ്ഥർ ബംഗ്ലാദേശ് സന്ദർശിച്ചു. അതുപോലെ ബംഗ്ലാദേശ് സൈനിക ഉദ്യോഗസ്ഥരും പാകിസ്ഥാൻ സന്ദർശിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഒരു പ്രധാന വെല്ലുവിളിയായി മാറി. എന്നാൽ ഇതിനൊന്നും ഇന്ത്യ പ്രതികരിച്ചതേയില്ല. നമ്മുടെ രാജ്യം നിശബ്ദമായിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് യൂനിസിന്റെ അനുയായികൾ എല്ലാറ്റിനുമുപരി ബംഗ്ലാദേശിലെ പ്രശ്നങ്ങൾക്ക് ഇന്ത്യയാണ് ഉത്തരവാദിയെന്ന് പറയുന്നത്. എന്നാൽ ഇതിലെ തമാശ എന്തെന്നാൽ അതിനുശേഷം ഇന്ത്യയുമായി നല്ല ബന്ധമുണ്ടെന്ന് ബംഗ്ലാദേശ് തന്നെ അവകാശപ്പെടുന്നു. ഈ ഇരട്ടത്താപ്പാണ് അല്ലെങ്കിൽ ഇരട്ട നിലപാടാണ് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ ബംഗ്ലാദേശിന് മുന്നറിയിപ്പോടെ ഒരു പ്രധാന സന്ദേശം നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ബംഗ്ലാദേശ് ഇടക്കാല സർക്കാരിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തൗഹീദ് ഹുസൈനുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തിയത്. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇരുവരും ചർച്ച ചെയ്തു. അതിന് പിന്നാലെയാണ് ജയശങ്കർ ബംഗ്ലാദേശിന് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയത്. ഇതിലൂടെ ഇന്ത്യ ബംഗ്ലാദേശിനെതിരെ തിരിച്ചടിക്കാൻ തയ്യാറാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തൗഹീദ് ഹുസൈനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് എല്ലായ്പ്പോഴും ബംഗ്ലാദേശ് ഇടക്കാല സർക്കാർ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നുവെന്ന് ജയശങ്കർ പറഞ്ഞത്. രാജ്യത്ത് നടക്കുന്ന എല്ലാറ്റിനും അവർ ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയാണ്. ഇത് വളരെ പരിഹാസ്യമായി തോന്നുന്നുവെന്നും ജയശങ്കർ പറയുന്നു. ഒരു വശത്ത് ഇന്ത്യയുമായി നല്ല ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് ബംഗ്ലാദേശ് പറയുന്നത്. എന്നാൽ രാവിലെ ഉണരുമ്പോൾ അവർ എല്ലാറ്റിനും ഇന്ത്യയെ കുറ്റപ്പെടുത്തും. ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്. ഈ വിഷയത്തിൽ ബംഗ്ലാദേശ് ഉറച്ച നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. ഇന്ത്യയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ബംഗ്ലാദേശ് പുനർവിചിന്തനം നടത്തണം. കാരണം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധങ്ങൾക്ക് നീണ്ട ഒരു ചരിത്രമുണ്ട്. ബംഗ്ലാദേശുമായുള്ള ഇന്ത്യയുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് രണ്ട് വശങ്ങളുണ്ട്. ആദ്യത്തെ വശം ന്യൂനപക്ഷങ്ങൾക്കെതിരായ വർഗീയ ആക്രമണങ്ങളാണ്. ഇത് ഇന്ത്യക്കൊരു പ്രശ്നമാണ്. ഇത് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം കൂടിയാണ്. രണ്ടാമത്തെ പ്രശ്നം ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളാണ്. ആഭ്യന്തര കാര്യങ്ങളിൽ രാഷ്ട്രീയമുണ്ട്. അത്തരമൊരു പരിതസ്ഥിതിയിൽ അവർ ഇന്ത്യയുടെ അയൽരാജ്യത്തെക്കുറിച്ച് വ്യക്തമായ വീക്ഷണം സ്വീകരിക്കണമെന്ന് ജയശങ്കർ പറഞ്ഞു. ഇന്ത്യ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ ഞങ്ങളോടും പെരുമാറണമെന്നും ജയശങ്കർ ബംഗ്ലാദേശിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.